ഹായ്, ഐ എം ആതിര. നമുക്കൊന്ന് നേച്ചേഴ്സ് ആൻഡ് സ്പൈസസ് സെക്ഷൻ ഒന്ന് നോക്കിയാലോ. സ്പൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് പട്ടയെ പറ്റിയിട്ടാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒറിജിനൽ പട്ടയല്ല. നമുക്കിവിടെ കേരളത്തിൽ ഒറിജിനൽ പട്ട കിട്ടുന്ന ഒരു സ്ഥലം മലപ്പുറമാണ്. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അറിവ് വെച്ചിട്ട് ശ്രീലങ്കയിൽ നിന്നൊക്കെ ഒറിജിനൽ പട്ട വരുന്നത്. പട്ട ഒറിജിനൽ അല്ല എന്ന് പറയാൻ കാരണം അതിലടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഈ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാസിയ എന്ന് പറയുന്നൊരു ഐറ്റവും ഈ നമ്മുടെ ഒറിജിനൽ പട്ടയും ഏതാണ്ട് എല്ലാ രീതിയിലും സെയിം ആയിട്ടായിരിക്കുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് ആണ്. ഈ കാസിയ എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. ആൻഡ് സെയിം ടൈം ഒറിജിനൽ പട്ട എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ പട്ട എടുക്കുന്നത് മലപ്പുറത്തുനിന്ന് നിതിൻ എന്ന് പറയുന്നൊരു ആളുടെ കയ്യിൽ നിന്നാണ്. പുള്ളിക്കാരനും ഫാമിലിയും വർഷങ്ങളായിട്ട് ഈ കൃഷി ചെയ്ത് വരുന്ന ആൾക്കാരാണ്. സോ അവരുടെ നിന്ന് ഒറിജിനൽ പട്ട നമ്മൾ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കാസിയയും പട്ടയും എടുക്കുകയാണെങ്കിൽ ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് ആണ് ഇതിൻ്റെ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ കാസിയയിൽ ഈ ഒരു കെമിക്കൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പട്ടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിനെ പറ്റിയിട്ട് FSSAI എന്നെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്ത് ഒറിജിനൽ പട്ട കിട്ടുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്ന് നേച്ചേഴ്സ് ഹൈവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ സ്പൈസസ് ഏത് വേണമെങ്കിലും നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം.